നീ ആരെയും പാടി ഉറക്കണത്? നമ്മുടെ കുഞ്ഞിനെ. എന്നിട്ട് കുഞ്ഞെവിടെ? കുഞ്ഞിതാ. കുഞ്ഞല്ലേ എന്റെ കയ്യിലിരിക്കണത്? സോറി സോറി. ഇവിടെയായിട്ട് നിനക്ക് ഒരു ശ്രദ്ധയില്ലട്ടാ. ഏതു നേരം ഫുൾ ടൈം ഫോണിൽ കളിയാണ്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ, നിങ്ങൾ അറിഞ്ഞാ? അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ക്യാബേജ്. ഇനി എന്താണ് അരിയേണ്ടത്? ക്യാബേജ് അരിഞ്ഞ കാര്യമല്ല ചോദിച്ചത്. നിങ്ങൾ അറിഞ്ഞാ? എന്തേ? രാവിലെ മുതൽ അപ്പുറത്തെ വീട്ടില് ഭയങ്കര ബഹളം, ആൾക്കൂട്ടോ. ശശിയുടെ വീട്ടിലാ? അത് കൊള്ളാലാ. എനിക്ക് തോന്നണേ ശശിയുടെ വീട്ടില് പലിശക്കാരോ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണാണ്. പലിശക്കാരൻ ഇങ്ങോട്ടല്ലേ വരൂ, നമ്മളല്ലേ വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത ടീം. ചിലപ്പോഴേ ബാങ്കുകാര് ജപ്തി ചെയ്യാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ശശിയുടെ വീട് ജപ്തിയായ? അടിപൊളി അടിപൊളി അടിപൊളി. ഈയിടെയായിട്ടെ അവന് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. അവനൊരു പുതിയ ബുള്ളറ്റ് ഉണ്ടല്ല, അതുമായിട്ട് അവൻ ഞെളിഞ്ഞങ്ങനെ പോകുമ്പോ എന്നെ കണ്ടു കഴിഞ്ഞപ്പോ 3 പൊട്ടിക്കലടി. തല്ലീന്നല്ല, ആ ബുള്ളറ്റ് എന്റെ അടുത്തോട്ട് ഇങ്ങനെ പൊട്ടിച്ചോണ്ട് പോണ്. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ച്, എടാ ഇത് നിനക്ക് ദൈവം തരുമെന്ന്. എന്തായാലും അവന്റെ ജപ്തി ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് ഞാൻ റീൽസ് ഇടോടി മോളെ. ഞാനേ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം, കൂടുതൽ വിവരങ്ങളായിട്ട് വരാം. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ നീ എന്തുവാടി പറഞ്ഞത്? നിനക്ക് ഗർഭമല്ല, വയറ്റില് ഗ്യാസ് ആണ്, അതിനകത്ത് ഒന്നുമില്ലെന്ന്. ആ ഒന്നുമില്ലെന്ന് പറഞ്ഞാടി എന്റെ തൊട്ടിലേക്ക് കിടക്കുന്നത്. അതൊന്നും വേണോടി. സംഭവം ശശിയുടെ വീട്ടിൽ ജപ്തിയല്ല, പിന്നെ അവന്റെ ഇളയമോൻ ജയിലിൽ പോയിട്ടുണ്ടായില്ലേ, അവൻ പരോളിന് വന്നേക്കണതിന്റെ തിരക്കാണെന്ന്. അതിനാണ് ഇത്രയും തിരക്ക്? ജയിലിലൊക്കെ ഇപ്പൊ എന്താണ് കാശ് നേരിയാണ്. അവന് കല്യാണക്കാരിയും ആലോചിച്ച് വന്നേക്കണ പെണ്ണുങ്ങളുടെ ബന്ധക്കാരാണ് അവിടെ. ആ ഇവിടെയുണ്ട് ഒരു സർക്കാർ ജോലിക്കാരൻ, സ്കൂളിലെ പ്യൂണ്. വൈകിട്ട് 4 മണിയാകുമ്പോ പിള്ളേര് പോണ നേരത്തെ ആ ചുറ്റി കെട്ടി കളിക്കുന്നത്. ആ ചുറ്റി എടുത്ത് വല്ലോണ്ട് തലക്ക് അടിച്ച് നിങ്ങൾ ജയിലിൽ പോയിരുന്നെങ്കിലേ നമുക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടായിരുന്നാ? നമുക്ക് സുഖമായിട്ടല്ല, എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. നിന്നെ തലക്കടിച്ച് കൊന്നിട്ടേ ഞാൻ ജയിലിൽ പോകുള്ളൂ. നീ എന്നോട് മിണ്ടണ്ട. എനിക്ക് സ്കൂളിൽ പോണം. എന്റെ മുണ്ടെങ്ങനെങ്കിലും അലക്കെടുക്കടിയേ. ഒരു തെരഞ്ഞെടുപ്പെടുക്കുന്ന സമയത്ത് എവിടെ പോണു? നിങ്ങളൊരു നേതാവല്ലേ? എനിക്ക് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നടക്കാനൊന്നും പറ്റും. അതെ, പാർട്ടി എന്താ പറഞ്ഞേക്കണത്? നമ്മളെല്ലാ വീട്ടിലും കയറി ഇറങ്ങണം, സമ്പർക്കം നടത്തണം, എന്നിട്ട് നമ്മൾ വോട്ട് പിടിക്കണം. അതെ. അല്ല, നിങ്ങളല്ല അടുത്ത സ്ഥാനാർത്ഥി. അയ്യോ, അപ്പൊ വോട്ട് പിടിക്കണം. വോട്ട് പിടിക്കണം. നമ്മളെ ഓരോ വീട്ടിലും ചെല്ലുമ്പോ അവിടുത്തെ ബയോഡാറ്റ നേരത്തെ അറിഞ്ഞിരിക്കണം. അവര് തെറ്റിദ്ധരിക്കും. ഇവിടുത്തെ വേട്ടാവളിന്റെ പേരെന്താന്നാ പറഞ്ഞ? വിനു. വിനു വിനു വിനു. അതെ അതെ. അവൻ എന്ത് ചെയ്യുന്നു? പുള്ളി ആരെയോ മണിയടിച്ചിട്ട് സ്കൂളിൽ ജോലി കിട്ടി പുള്ളിക്ക്. എന്തായിട്ട്? പിയൂണാ. അപ്പൊ മണിയടി തന്നെ. വൈഫ് ഹൗസ് വൈഫാ. ഹൗസ് വൈഫാന്ന്. ആരുടെ? ആ വിനുവിന്റെ ഭാര്യയാണെന്ന്. വിനുവിന്റെ ഭാര്യ ഹൗസ് വൈഫ്. അതെ അതെ. മാത്രല്ല വിനു എന്ന് പറഞ്ഞ ഇത്തിരി വഞ്ചിപ്പാട്ടൊക്കെ പാടുന്ന ആളാണ്. ആണോ? അവനൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പാട്ട് പാടുമ്പോ അവര് ഇറങ്ങി വരൂല്ലോ. എൻട്രി പാടാൻ അറിയില്ല, എന്നാലും നടക്കും. ഒന്ന് പാടി പിടിച്ചാ ഈ സാധനത്തെ അങ്ങ് തുഴഞ്ഞാലോ? അയ്യോ, അത് തൊട്ടില്ല. അതെ അതെ. പിടിക്കാം. നീ പാടിക്കോ, ഞാൻ കൂട്ടത്തിലുണ്ട്. ആരുടെ വീടിന്റെ മുമ്പിൽ കിടന്ന് കൂടണത്? കൂടിയതല്ല, വഞ്ചിപ്പാട്ട് പാടിയതാ. വഞ്ചിപ്പാട്ടാണ്. അതെ. ബാലകാരൻ? പാലക്കാരനല്ല, നേതാവ്. നമ്മുടെ പാർട്ടിയുടെ നേതാവ്. ഞാൻ കണ്ടത്തിൽ ചാണ്ടി. താൻ കണ്ടത്തിന്ന് ചാടേ കുളത്തിന്ന് കയറി എന്ത് വേണേലും കാണിക്കാതെ പറഞ്ഞിട്ടാണ്. അയ്യോ, അങ്ങനെയല്ല, പുള്ളിയുടെ പേര് പറഞ്ഞതാ, കണ്ടത്തിൽ ചാണ്ടി. ഈ വർഷം ഇലക്ഷന് അടുക്കല്ലേ? റെഡിക്ക് വന്നേ. ഇലക്ഷന് പിടികിട്ടിയാ? ആരാ? നിനക്ക് മനസ്സിലാവില്ല. 5 കൊല്ലം മുമ്പ് നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് പോയ ആളാ. അപ്പൊ വീണ്ടും എത്തിയൊക്കെയാണ്. അത് തന്നെ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം. കുഴിനകത്തിന് ക്യൂടെക്സ് നല്ലതാ കേട്ടോ. അല്ല, ഇലക്ഷൻ വോട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇത്തവണ ഒരു കാര്യം പറയട്ടെ സുഹൃത്തെ, ഞങ്ങൾ ആരും വോട്ട് ചെയ്യുന്നില്ല. അയ്യോ, വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യണം. വോട്ട് നമ്മുടെ അവകാശമാണത്. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവകാശം അവിടെ തീർന്നില്ല സുഹൃത്തെ.
അല്ല വിനു, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആയിക്കോട്ടെ, ജനാധിപത്യം എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ മേൽ രാഷ്ട്രീയക്കാർ അടിച്ചേൽപ്പിക്കുന്ന ആധിപത്യം, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനാധിപത്യം? അങ്ങനെയല്ല, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഡെവലപ്മെന്റേഷൻ ആക്കും. എങ്ങനെ? ഇവിടെ പാവപ്പെട്ടവനില്ല. പാവപ്പെട്ട അതെങ്ങനെ മാറ്റും? പാവപ്പെട്ടവനെ ഞങ്ങൾ പാവപ്പെട്ടവന്റെ എല്ലാവരും പേര് മാറ്റിട്ട് പണക്കാരനാക്കും. നല്ല ഉഗ്ര ഐഡിയ. നല്ല ഐഡിയ. എവിടെ നിന്ന് കിട്ടുന്ന ഈ ബുദ്ധിയൊക്കെ? എല്ലാം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണല്ലോ. അതെല്ലേ? അതെ അതെ. പിന്നെ ഞങ്ങള് ആകാശപാത ആകാശപാത എന്ന് പറഞ്ഞ വികസനത്തിന്റെ വികസനത്തെ കുറിച്ച് ഇരുന്ന് സംസാരിക്കണം. അല്ല വേണ്ട, ഇരുന്ന് സംസാരിക്കണം. വേണ്ട പറഞ്ഞോ. അല്ല, നമ്മള് പ്ലാനിങ് ആയി വരുന്നതേ ഉള്ളൂ. അല്ല, എല്ലാ പ്ലാനിങ്ങേ ഉണ്ടാവുള്ളൂ, പ്രാവർത്തികമാക്കൂലെന്ന് നമുക്കറിയാം. ഇത്രയേ ഉള്ളൂ.